Good morning, students. In the class, the compound pendulum എന്താണെന്ന് നമുക്ക് നോക്കാം. Actually, the compound pendulum, a compound pendulum, it is a rigid body. Okay, so this rigid body that is capable of oscillating freely in a vertical plane about a horizontal axis passing through it. Okay, once again, a compound pendulum, it is a rigid body capable of oscillating freely in a vertical plane about a horizontal axis passing through it. The oscillations of such body are called pendular oscillations. അപ്പോൾ സ്വാഭാവികമായി ചോദിക്കാം റിജിഡ് ബോഡി എന്താണ് ഈ റിജിഡ് ബോഡി? റിജിഡ് ബോഡി ഇറ്റ് ഈസ് എ സോളിഡ് ബോഡി ഇൻ വിച്ച് deformation is 0 or negligibly small. അതായത് ഏതെങ്കിലും ഒരു സോളിഡ് ബോഡി അതിനകത്ത് ഒരു ഡീഫോർമേഷൻസ്, അതായത് നമുക്കൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ചെറിയൊരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ റിജിഡ് ബോഡി ഇറ്റ് ഈസ് എ സോളിഡ് ബോഡി. ഓക്കെ, ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഓസിലേറ്റിംഗ് ഫ്രീലി ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ about a horizontal axis passing through it. That is the compound pendulum. ഞാൻ ഡ്രോ ചെയ്യാം. Suppose this is a rigid body. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലാണ് the point A through which horizontal axis about which the pendulum oscillates. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ആ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇതാണൊരു റിജിഡ് ബോഡി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹോൾഡ് ചെയ്യുന്നു. ഇതിൽ കൂടി ഒരു ചെറിയൊരു ഹോളിൽ കൂടി ഈ ഒരു പോയിന്റ്, ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റ്, അവിടെയാണ് ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലാണ് ഇത് ഹാങ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നമ്മളേക്ക് ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഈ ബോഡിയുടെ ഒരു സെൻറ്റർ ഓഫ് മാസ് പോയിൻ്റ് ഉണ്ടാകും. അത് എക്സാക്റ്റ് സെൻറ്ററിൽ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അതിൻ്റെ ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സെൻറ്റർ ഓഫ് മാസിൻ്റെ പോയിന്റിൽ നിന്നും അതിൻ്റെ സപ്പോസ് ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിന് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നൊരു പേര് കൂടി പറയും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. തൽക്കാലം ഇപ്പം നോക്കാം. സപ്പോസ് ദിസ് ഇസ് എ റിജിഡ് ബോഡി. ദ പോയിന്റ് എ, ദ പോയിന്റ് ത്രൂ വിച്ച് ഹൊറിസോണ്ടൽ ആക്സിസ് about which the pendulum oscillates. So this is called center of suspension. Center of suspension. Okay, അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. ജി എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടി നോക്കാം. ലെറ്റ് ജി ബി ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോഡി. ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള പോയിന്റ് സപ്പോസ് ഇതാണെന്ന് വിചാരിക്കാം. സപ്പോസ് ഈ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ, വെൻ ദ പെൻഡുലം, അല്ലെങ്കിൽ ബോഡി എന്ന് പറയേണ്ട, വെൻ ദ പെൻഡുലം ഈസ് അറ്റ് റെസ്റ്റ്, സോ ദിസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് വെർട്ടിക്കലി ബിലോ എ അറ്റ് എ ഡിസ്റ്റൻസ് എൽ ഫ്രം എ. സപ്പോസ് ദിസ് ഇസ് എൽ. പെൻഡുലം റെസ്റ്റിലാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എക്സാക്ട്ലി വെർട്ടിക്കലി ബിലോ എ അറ്റ് എ ഡിസ്റ്റൻസ് എൽ ഫ്രം എ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബോഡീനെ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ് ദ ബോഡി ബി ഡിസ്പ്ലേസ്ഡ് സ്ലൈറ്റ്ലി ടു വൺ സൈഡ് ആൻഡ് ലെറ്റ് ഫ്രീ. നമ്മളൊന്ന് ഈ ഒരു പോയിന്റിനെ ഇവിടെ വരെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. നമ്മളൊന്ന് ഫ്രീ ആക്കി വിടുന്നു. ഫ്രീ ആക്കി വിടുമ്പോൾ സ്വാഭാവികമായും ഈ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഞാനിതിനൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഒരു സപ്പോസ് ഈ ഒരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. ഇനി ഈ ഒരു പെൻഡുലത്തിൻ്റെ പൊസിഷൻ ഇതായിരിക്കും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓസിലേറ്റ് ചെയ്തു. ഈ ഒരു പൊസിഷനാണ് കാണിക്കുന്നത്. സോ നമ്മുടെ പുതിയൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ നമുക്ക് G1 എന്ന് പറയാം. ഓക്കെ, സോ നൗ the center of gravity is now at G1. Okay, ഇനി എ ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ എ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് സസ്പെൻഷൻ.
ഇത് ഡയറക്റ്റ്ലി ബിലോ ആണോ? ഒരിക്കലും അല്ല. വേണമെങ്കിൽ നമുക്കിതിനൊന്ന് അനലൈസ് ചെയ്തൊന്നും കൂടി പറയാം. സോ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിക്കാം. സപ്പോസ് ഈ ഒരു പോയിന്റ് നമുക്ക് n എന്ന് കൊടുക്കാം. gn എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഹൈറ്റ്. സോ this g1 which is above g at a vertical height gn. ഓക്കെ, ഈ g എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു വെർട്ടിക്കൽ ഹൈറ്റിലേക്ക് gn ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നു. വെർട്ടിക്കൽ ഹൈറ്റ് ആണ് കേട്ടോ. സോ ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ബോഡി, നമുക്കിതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒന്ന് കണ്ടുപിടിക്കാം. ഒമേഗ ഈസ് ദ ആംഗുലർ വെലോസിറ്റി. നമുക്കിതിൻ്റെ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടല്ലോ. ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് തീറ്റ എന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നൗ ദ ആംഗുലർ വെലോസിറ്റി ഞാനിവിടെ എഴുതാം. ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി. തീറ്റ എന്തായിരുന്നു? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇനി ആംഗുലർ ആക്സലറേഷൻ കൂടി ഒന്ന് കണ്ടുപിടിക്കാം. ആംഗുലർ ആക്സലറേഷൻ എന്തായിരിക്കും? ഡി ഒമേഗ divided by dt. That is definitely d square theta divided by dt square. Okay, ഈ ഒരു ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ടാവുമല്ലോ. വെയിറ്റ് ദാറ്റ് ഈസ് mg. വെയിറ്റ് ഓഫ് ദി ബോഡി mg. ഈ ഒരു ബോഡിയുടെ കംപ്ലീറ്റ് ലെങ്ത്തിന് നമുക്ക് ഇവിടെ ഒരു ബിയും കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ പെൻഡുലത്തിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്. ഓക്കെ, weight mg, so the weight of the body mg. അതേപോലെ തന്നെ ഇതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. റിയാക്ഷൻ അറ്റ് ദ ആക്സിസിലേക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാകും. ആ റിയാക്ഷൻ വെയിറ്റും റിയാക്ഷനും കൂടി വരുമ്പോൾ അവിടെ ഒരു കപ്പിൾ ജനറേറ്റ് ചെയ്യുന്നു. സോ റീസ്റ്റോറിങ് കപ്പിൾ, അവിടെ ആ ഒരു കപ്പിൾ സ്വാഭാവികമായും അതിൻ്റെ റോൾ എന്തായിരുന്നു? സോ ഇറ്റ് ട്രൈ ടു ടെൻഡിങ് to bring back the body to its original position. ഓക്കെ, സ്വാഭാവികമായി ഇവിടെ ഇരിക്കുന്ന ബോഡി എന്തുകൊണ്ടാണ് താഴേക്ക് ഓസിലേറ്റ് ചെയ്യുന്നത്? ഇവിടെയുള്ള ബോഡിക്ക് ഒരു റീസ്റ്റോറിങ് കപ്പിൾ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് റീസ്റ്റോറിങ് കപ്പിൾ ടെൻഡിങ് ടു ബ്രിങ് ബാക്ക് ദ ബോഡി ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, സോ ദിസ് റീസ്റ്റോറിങ് കപ്പിൾ അതിനെ നമുക്ക് സി എന്ന് പറയാം. ദാറ്റ് ഈസ് ഇക്വൽ ടു എം ജി ഇൻറ്റു എൻ ജി വൺ, ഈ ഒരു ലെങ്ത്. ഓക്കെ, ദാറ്റ് ദിസ് റീസ്റ്റോറിങ് കപ്പിൾ ടെൻഡിങ് ടു ബ്രിങ് ബാക്ക് ദ ബോഡി ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. സോ അതിന് നമുക്കൊരു നെഗറ്റീവ് സൈൻ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്നും എൻ ജി വൺ ഒന്ന് കണ്ടുപിടിച്ചാലോ? ലെങ്ത് എല്ലാണെന്നറിയാം. ഇവിടെ ഒരു തീറ്റയുണ്ട്. സോ ഡെഫിനറ്റ്ലി എൻ ജി വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ. ഓക്കെ, തീറ്റ ഈ ഒരു ഭാഗം എൽ കോസ് തീറ്റ വരും. ഇവിടെ നമ്മൾ ഡോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് എൽ സൈൻ തീറ്റ വരും. സോ പാരലലായിട്ടുള്ള ലൈൻ വരുമ്പോൾ എൻ ജി വൺ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എൽ സൈൻ തീറ്റ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് മൈനസ് എം ജി എൽ സൈൻ തീറ്റ. ഓക്കെ, സപ്പോസ് തീറ്റ എന്ന് പറയുന്നത് സ്മോൾ ആണെങ്കിൽ വേണമെങ്കിൽ ഈ സൈൻ തീറ്റ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ വെൻ തീറ്റ ഈസ് വെരി വെരി സ്മോൾ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൂടി ഒന്ന് എഴുതാം. മൈനസ് എം ജി എൽ തീറ്റ. ഓക്കെ, നൗ we can write this restoring couple C in terms of the moment of inertia. So the moment of the couple, let I be the moment of inertia of the body about the axis through A, that is perpendicular to the paper. So the moment of inertia or the moment of the couple is also written as I into d squared theta divided by dt square. Okay, so that is definitely equal to minus mgl theta. Okay, so actually this couple, that is the generating couple,
produces an angular acceleration d square theta divided by dt square in the body. So we can write I into d square theta divided by dt square. That is the restoring couple. So again we can write this as plus mgl divided by I into theta equal to 0. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. d square theta divided by dt square plus mu into theta equal to 0, where mu equal to mgl divided by I. It is a constant. So the angular acceleration d square theta divided by d theta square, it is the angular acceleration. This angular acceleration is proportional to what? This angular acceleration is proportional to angular displacement. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് എഴുതാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. That is equal to minus mu theta. So this angular acceleration is directly proportional to the angular displacement theta. There is a minus sign. So it is opposite in direction. Directly proportional ആണ്, അതേപോലെ തന്നെ opposite in direction. So definitely the motion of the pendulum is simple harmonic. Okay, now what about the time period? T is equal to 2 pi root of mu. This is 2 pi root of I divided by mgl. Okay, this is the time period. Now let I0 be the moment of inertia of the body about a parallel axis through the center of gravity G. ഈ G എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I0 ആണെങ്കിൽ, what about the moment of inertia at this point? That is moment of inertia of the body about the axis passing through A. ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാം, ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? പാരലൽ ആക്സിസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. ബൈ പാരലൽ ആക്സിസ് തിയറം വി ക്യാൻ റൈറ്റ് I equal to I0 plus m into L square, where I is the moment of inertia of the body about the axis passing through A, that is I, and I0 the moment of inertia of the body about a parallel axis through the center of gravity, plus m into L square. That is based on parallel axis theorem. Okay. Ini if k is the radius of gyration of the body, radius of gyration of the body about the axis through G. Okay, radius of gyration. Okay, radius of gyration എന്താണെന്ന് പറയാം. ഞാൻ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. Suppose the whole mass of the rotating body may be assumed to be concentrated at a single point, that is at a definite distance from the axis of rotation without change any moment of inertia, in its moment of inertia. So the distance of this point from the axis of rotation. Suppose ഈ ഒരു ബോഡിയുടെ പോയിന്റ് എന്ന് പറയുന്നത് ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു പൊസിഷൻ വരും, ഇവിടെയാണെന്ന് വിചാരിക്കുക. അത് എക്സാക്ട് സെൻറ്റർ ആവണമെന്ന് നിർബന്ധമില്ല. സപ്പോസ് ഈ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണെങ്കിൽ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ഡിസ്റ്റൻസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി
അതിൻ്റെ ഹോൾ മാസ് കോൺസ്റ്റൻ്റ് ചെയ്തിരിക്കുന്ന പോയിൻറ്റും ആക്സിസ് ഓഫ് റൊട്ടേഷൻ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ആർ in terms of radius of gyration, we can write the moment of inertia I is equal to m into k square. Okay, so from this, if k is the radius of gyration of the body about the axis through g, we can write this is I0. Okay, I0 equal to m into k square. So what about this equation? I equal to m into small letter more than m into k square plus m into l square. Okay, we know the period. What about the period t? T എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 2 pi root of I divided by mgl. നമുക്ക് ഇവിടെ I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 pi root of I യുടെ സ്ഥാനത്ത് m k square plus m l square divided by m g l. ഓക്കെ, നമുക്ക് m കോമൺ ആയിട്ട് എടുക്കാം, ക്യാൻസൽ ചെയ്ത് പോയിക്കോളൂ. സോ 2 pi root of k square plus l square divided by g l. ഒന്നും കൂടി നമുക്ക് ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാം. 2 pi root of k square divided by l plus l divided by g. Okay, ഇത് നമുക്കത് സിമ്പിൾ പെൻഡുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത്. സോ ദ പീരീഡ് ഓഫ് ദി കോമ്പൗണ്ട് പെൻഡുലം ഈസ് 2 pi root of k square divided by l plus l divided by g. This is the period for the compound pendulum. Okay, we know what about the period for the simple pendulum. For simple pendulum, t is equal to 2 pi root of l divided by g. Okay, ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ കമ്പയർ ചെയ്തേ. So comparing these two equations, it is clear that period of the compound pendulum is same as that of the simple pendulum, provided the length is equal to k square divided by l plus l. Okay, so അപ്പോൾ നമുക്കൊന്ന് എഴുതാം. The length of the equivalent simple pendulum, length of the equivalent simple pendulum, that is capital L equal to k square divided by L plus L. This is the length of the equivalent simple pendulum, and this k square is greater than 0. K square is greater than 0. Hence, the length of the equivalent simple pendulum is greater than L. Okay. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞത്, ഇതിപ്പോൾ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഇത് സെൻറ്റർ ഓഫ് ഓസിലേഷൻസ് നടക്കുന്ന പോയിന്റ്. ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന്. സപ്പോസ് ഇത് സെൻറ്റർ ഓഫ് സസ്പെൻഷനും ഇത് സെൻറ്റർ ഓഫ് ഓസിലേഷനും എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഇത് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് ഇത് സെൻറ്റർ ഓഫ് സസ്പെൻഷനും ഇത് സെൻറ്റർ ഓഫ് ഓസിലേഷനും ആക്കാൻ പറ്റുമോ, ഇൻ്റർചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഡെഫിനറ്റ്ലി അത് സാധിക്കും. അത് നമുക്കതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, suppose A, B. Okay, let A be the center of suspension and G be the center of gravity of the compound pendulum. Let AG equal to L. Okay, the point B on AG, a point B is taken so that AB is equal to length of the equivalent simple pendulum. Okay, so we can on AG produce point B
is taken so that AB is equal to length of the equivalent simple pendulum. Okay, equivalent simple pendulum എന്ന് പറയുന്നത് capital L. Now B is the center of oscillations. B is the center of oscillation. Okay, ഈ ഒരു ലെങ്ത്തിന് നമുക്ക് L1 എന്ന് കൊടുക്കാം. Okay, now നമുക്ക് എങ്ങനെ എഴുതാം? AB, total length AB equal to AG plus GB. AG എന്ന് പറഞ്ഞത് L, GB എന്ന് പറഞ്ഞത് L1. AB equal to capital L. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇക്വലൻറ്റ് ലെങ്ത് ഓഫ് ദ ഇക്വലൻറ്റ് സിമ്പിൾ പെൻഡത്തിൻ്റെ ലെങ്ത്തുമായിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയാം. L പ്ലസ് K² ഡിവൈഡഡ് ബൈ L. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. സോ ഡെഫിനറ്റ്ലി L1 ഈക്വൽ ടു K² ഡിവൈഡഡ് ബൈ L. ഓക്കെ, L1 means that is GB. So we can write L equal to L1 plus L, that is equal to K² divided by L plus L, that is again equal to K² plus L² divided by L. L means AB, K², L എന്ന് പറഞ്ഞത് ഏതായിരുന്നു? AG², സ്മോൾ ലെറ്റർ L എന്ന് പറഞ്ഞത് again AG. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു K². ഇനി AB മൈനസ് AG എന്തായിരുന്നു? AB minus AG, that is GB, this length. So AG into GB, that is equal to K². ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ പെൻഡുലം ഒന്ന് ഇൻവേർട്ട് ചെയ്യാൻ പോകുന്നു. ലെറ്റ് ദ പെൻഡുലം ബി ഇൻവേർട്ടഡ് ആൻഡ് മെയ്ഡ് ടു ഓസിലേറ്റ് അബൌട്ട് ദ ആക്സിസ്. ഏത് ആക്സിസിലാണ് നമ്മൾ ഇനി ഓസിലേറ്റ് ചെയ്യാൻ പോകുന്നത്? ബി എന്ന് പറയുന്നത്. നേരത്തെ ഇത് സെൻറ്റർ ഓഫ് ഓസിലേഷൻ ആണ്. ഇനിയിപ്പോൾ നമ്മൾ തന്നെ പെൻഡുലത്തിന് ഇൻവേർട്ട് ചെയ്തു. സെൻറ്റർ ഓഫ് ഓസിലേഷൻ ആയിരുന്ന ബി എന്ന് പറഞ്ഞത് ഇനി എന്തായിരിക്കും? സെൻറ്റർ ഓഫ് സസ്പെൻഷൻ. സോ ഇനി സെൻറ്റർ ഓഫ് ഓസിലേഷൻ എന്തായിരിക്കും? എ. ഓക്കെ, ന്യൂ സെൻറ്റർ ഓഫ് ഓസിലേഷൻ ബി A'. ഓക്കെ, ആ രീതിയിൽ ഒന്ന് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്, ഇവിടെ AB പകരം നമുക്ക് എഴുതാം A' എന്ന് എഴുതാം. A' എന്ന് പറയുന്നത് പുതിയ സെൻറ്റർ ഓഫ് ഓസിലേഷൻ. വി വിൽ ഗെറ്റ് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് K² പ്ലസ് BG². ഇവിടെ AG ആണെങ്കിൽ ഇത് തിരിച്ചിടുമ്പോൾ ഇവിടെ BG² ഡിവൈഡഡ് ബൈ AGക്ക് പകരം എന്തായിരിക്കും? BG. ഓക്കെ, ആസ് ബിഫോർ വി ഗെറ്റ് ഇവിടെ എന്താ കിട്ടിയത്? AG ഇൻറ്റു GB ഈക്വൽ ടു K². AG ഇൻറ്റു GB ഈക്വൽ ടു K². ഇനി നമുക്ക് എന്ത് കിട്ടും? തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? BG ഇൻറ്റു GA' ഈക്വൽ ടു K². ഇനി ഈ ഇക്വേഷനും ഇതിന് നമുക്ക് ഒരു സ്റ്റാർ ഇട്ടെന്ന് കൊടുക്കാം. ഈ ഇക്വേഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഫ്രം ദീസ് ഇക്വേഷൻസ്, ദിസ് ആൻഡ് ദിസ്, വി ഗെറ്റ് ഇത് രണ്ടുമാണ്. സോ AG ഈക്വൽ ടു GA'. AG equal to GA'. Okay, that is A and A' coincide. Okay, hence the length of the equivalent simple pendulum is BA. BA എന്തായിരിക്കും? L plus L1 itself. വ്യത്യാസമൊന്നും വരുന്നില്ല. So the period about A and B are equal. പീരിയഡിനും
വ്യത്യാസം വരുന്നില്ല. സോ concluded that the center of suspension A and the center of oscillation B are interchangeable. Okay, ഇവിടെ ഒന്ന് എഴുതാം. Center of suspension A എന്ന് കൊടുക്കാം, A, and center of oscillation B are interchangeable. Okay. So our period T is equal to 2 pi root of k square plus L square divided by GL. Okay, G വേണമെങ്കിൽ നമുക്കൊന്ന് ഔട്ട്സൈഡ് എടുക്കാം. 2 pi divided by T square നമുക്ക് T square equal to 4 pi square divided by G k square divided by L plus L. Okay, so this is the period of the compound pendulum. So we concluded that the center of suspension and center of oscillations are interchangeable. And one more thing, that the period of the compound pendulum is same as that of the simple pendulum, provided the length is equal to k square divided by L square plus L. So this length, that is the length of the equivalent simple pendulum. Okay. അടുത്തതിൽ നമുക്ക് സിമെട്രിക് കോമ്പൗണ്ട് പെൻഡുലവും അതേപോലെ തന്നെ അസിമെട്രിക് കോമ്പൗണ്ട് പെൻഡുലവും ഒന്ന് സ്റ്റഡി ചെയ്യാം. താങ്ക് യു.